ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡ്രൈവിംഗ് ടിപ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് ആക്സിലറേഷൻ കൺട്രോളിങ്ങിനെ കുറിച്ചാണ്. അതായത് ഓരോ ഗിയറിലുമുള്ള ആക്സിലറേഷൻ കൺട്രോളിങ്. ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ബിഗിനേഴ്സിന് ആക്സിലറേഷൻ കൺട്രോളിങ് ഓരോ ഗിയറിലും എങ്ങനെ ശരിയായ രീതിയിൽ ചെയ്യണമെന്ന് പല ആൾക്കാർക്കും ഒരു ധാരണയില്ല. ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മളൊരു വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മളുടെ ഇഷ്ടാനുസരണം വാഹനത്തിൻ്റെ സ്പീഡ് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കാം. ഞാൻ ഫസ്റ്റ് ഗിയർ മുതൽ നമുക്ക് 4ാമത്തെ ഗിയർ വരെ, അതുപോലെ തന്നെ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം വാഹനത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്യാം, ആക്സിലറേഷൻ എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാമെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. എൻ്റെ കാല് ബ്രേക്ക് പെഡലേ വരുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു. ശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ടിങ്ങിലായി. ഇപ്പോൾ ഞാൻ പ്രോപ്പറായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തിടുന്നു. ഓക്കെ, ഇനി ബ്രേക്കിൽ നിന്ന് റിലീസ് ചെയ്യുകയാണ്. ആക്സിലറേഷൻ പെഡലിലേക്ക് വരുന്നു. നിങ്ങൾ വണ്ടി ആദ്യം എടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പരിധിക്കപ്പുറം ആക്സിലറേഷൻ കൊടുത്ത് വാഹനത്തെ എടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ജസ്റ്റ് ആദ്യം നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിന്റിലേക്ക് വരിക. വണ്ടി നീങ്ങുന്ന ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിന്റിലേക്ക് പതുക്കെ വരിക. ഇപ്പം കറക്റ്റ് പോയിന്റിലേക്ക് ഇടത്തെ കാല് വന്നിട്ടുണ്ട്. എന്നിട്ട് പതുക്കെ ആക്സിലറേഷൻ ലൈറ്റായിട്ട് കൊടുക്കണം. ആദ്യം എടുക്കുന്ന സമയത്ത് ആക്സിലറേഷൻ കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി മുന്നോട്ട് പോകാനും വണ്ടി ഇടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് തുടക്കത്തിലുള്ള ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുമ്പം ചെറിയ രീതിയിൽ ആക്സിലറേഷൻ കൊടുക്കുക. നിങ്ങൾ നോക്കുക, ഞാൻ ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്നു. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തപ്പോൾ എൻ്റെ വണ്ടി എനിക്ക് സ്മൂത്തായിട്ട് എടുക്കാൻ കഴിഞ്ഞു. ഇനി വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പരിധിക്കപ്പുറം ആക്സിലറേഷൻ കൊടുക്കരുത്. റോഡ് മനസ്സിലാക്കിയിട്ട് മാത്രമേ പിന്നീടുള്ള ആക്സിലറേഷൻ കൺട്രോളിങ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാൻ അതിനൊരു ഉദാഹരണം നിങ്ങളെ കാണിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ എടുത്ത സമയത്ത് നമ്മളുടെ വണ്ടി പോകുന്നത് ഈ ഒരു ലെവലിലാണ്. ഇനി നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പൊടിക്ക് ആക്സിലറേഷൻ കൂടുതൽ കൊടുക്കുക. അതായത് 10 കിലോമീറ്റർ വേഗതയിലാണ് ഇപ്പോൾ ഏകദേശം നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 15-20 കിലോമീറ്റർ വേഗതയിലേക്ക് ആക്കാനായിട്ട് ആക്സിലറേഷൻ കൂട്ടിക്കൊടുത്തിട്ട് വീണ്ടും ആക്സിലറേഷൻ ജസ്റ്റ് കുറയ്ക്കുക, ക്ലച്ച് പിടിക്കുക, സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാൻ കഴിയും. ഇനി നിങ്ങൾ ആക്സിലറേഷൻ ഇറക്കങ്ങളിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ചും ഇപ്പോൾ ഇവിടെ നമുക്ക് ആക്സിലറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി വണ്ടി നമ്മുടെ റണ്ണിങ്ങിലാണ്. അപ്പം ആവശ്യാനുസരണം മാത്രം ആക്സിലറേഷൻ കൊടുക്കുക. ഇപ്പം ഞാനിത് ബ്രേക്കിൽ നിന്ന് മാറി ആക്സിലറേഷൻ പെഡലിലേക്ക് വരുന്നു. കാരണം നമുക്ക് ഇവിടെ ഇപ്പം റണ്ണിങ് ആവശ്യമുണ്ട്. അതുകൊണ്ട് സെക്കൻഡ് ഗിയറിൽ നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ആക്സിലറേഷൻ കൊടുത്ത് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഒരു പരിധിക്കപ്പുറം സ്പീഡ് ഞാനിവിടെ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുന്നില്ല. ഇനി നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഓൾറെഡി ഒരു ജംഗ്ഷനിലേക്ക് നമ്മുടെ വണ്ടി വരികയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആക്സിലറേഷൻ ആദ്യം ഒന്ന് കുറച്ച് പെട്ടെന്ന് ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നു, വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു. അത് ക്വിക്കായിട്ട് ചെയ്യണം. പെട്ടെന്ന് ക്ലച്ച് പിടിക്കുക, ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ആദ്യം ആക്സിലറേഷൻ കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്ലച്ച് പിടിക്കുക, ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക, എന്നിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ പോകുന്നു, ആവശ്യാനുസരണമുള്ള ഒരു ആക്സിലറേഷനേ ഉള്ളൂ. സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി തേർഡ് ഗിയറിലേക്ക് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സെക്കൻഡ് ഗിയറിൽ കൊടുക്കുന്ന സെയിം അളവിലുള്ള ആക്സിലറേഷൻ തേർഡ് ഗിയറിൽ കൊടുക്കാൻ പാടില്ല. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത്, സെക്കൻഡ് ഗിയറിൽ പോകുമ്പോൾ ഗിയറിൻ്റെ ടോർക്ക് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ ആക്സിലറേഷൻ കൊടുത്തെങ്കിലേ വണ്ടി നീങ്ങത്തുള്ളൂ. ആ സെയിം അളവിലുള്ള ആക്സിലറേഷൻ തേർഡ് ഗിയറിൽ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിക്ക് സ്പീഡ് കൂടും. അപ്പോൾ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ആക്സിലറേഷൻ ആദ്യം കൊടുത്ത് വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് ഇതുപോലെ നൽകുക സ്ട്രെയിറ്റ് റോഡ് ആകുമ്പോൾ. എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുക, തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, ഒരു പരിധിക്കപ്പുറം ആക്സിലറേഷൻ കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ തേർഡ് ഗിയറിൽ നിങ്ങൾ നോക്കിക്കുക, ആവറേജ് നമ്മുടെ വണ്ടി ഈ ഒരു സ്ട്രെയിറ്റ് റോഡിൽ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് വേണം എന്ന് തോന്നിയാൽ പതിയെ ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ പതിയെ ആക്സിലറേഷൻ കൊടുക്കുന്നു, ഒരു വളവ് വരുന്നു, എൻ്റെ കാല് ഓൾറെഡി ബ്രേക്ക് പെഡലിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി വളവ് നമ്മളിവിടെ തിരിയുന്നു. ശേഷം നിങ്ങൾ നോക്കുക, പതിയെ ഞാൻ ഇവിടെ ആക്സിലറേഷൻ കൊടുത്തു. ഓക്കെ, ആക്സിലറേഷൻ കൊടുത്ത് തേർഡ് ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്. ഇനി വീണ്ടും ഒരു വളവ് മുന്നിലേക്ക് വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ആക്സിലറേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ആക്സിലറേഷൻ പെഡലിൽ നിന്ന് മെല്ലെ
ബ്രേക്ക് പെഡലിലേക്ക് വരിക. കണ്ടോ? അപ്പോൾ സെക്കൻഡ് ഗിയറിലും ഫസ്റ്റ് ഗിയറിലും കൊടുത്ത സെയിം അളവിലുള്ള ആക്സിലറേഷൻ ഒരു കാരണവശാലും തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കൊടുക്കാൻ പാടില്ല. നമ്മുടെ വണ്ടിക്ക് ഒരു സ്ട്രെയിറ്റ് റോഡിൽ നല്ല രീതിയിലുള്ള ഒരു വേഗത ആവശ്യമുണ്ടെന്ന് തോന്നിയെങ്കിൽ മാത്രമേ ആക്സിലറേഷൻ കൊടുക്കാവുള്ളൂ. ഇപ്പം നിങ്ങൾ നോക്കി, എനിക്കിവിടെ വേഗത ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ആക്സിലറേഷൻ കൂടുതലായിട്ട് കൊടുക്കുന്നു. കാരണം എന്താണ്, ഇവിടെ ചെറിയൊരു കയറ്റവും വളവും വന്നതുകൊണ്ട് നമുക്ക് കയറി പോകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു, ആക്സിലറേഷൻ്റെ അളവ് കൂട്ടി. ഇനി വീണ്ടും ഇവിടെ ഒരു വളവ് വന്ന് എൻ്റെ കാല് ബ്രേക്ക് പെഡലിലേക്ക് വരികയാണ്. ഇനി എപ്പോഴാണ് നമ്മൾ ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടത്, അവിടെ എങ്ങനെ ആക്സിലറേഷൻ കൊടുക്കാമെന്നുള്ളത് നിങ്ങളെ കാണിക്കാം. അതായത് തേർഡ് ഗിയറിൽ നിന്ന് ഫോർത്തിലേക്ക് ഇടുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഒരു മൂവ്മെൻറ്റ്സ് കൊടുക്കുക. അതെ, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് നൽകുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു. ഏകദേശം ഒരു 40 കിലോമീറ്റർ വേഗതയിലാണ് നമ്മുടെ വണ്ടി പോകുന്നത്. ക്ലച്ച് ഫുള്ള് ചവിട്ടി പിടിക്കുന്നു, നാലാമത്തെ ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. വീണ്ടും ഞാനിത് ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, വീണ്ടും എൻ്റെ കാല് ബ്രേക്ക് പെഡലിൽ വന്നു. ഓൾറെഡി നമ്മുടെ വണ്ടി റണ്ണിങ്ങിലാണ്, ഇവിടെ നമുക്ക് ആക്സിലറേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബ്രേക്ക് പെഡലിൽ നിൽക്കുക. ഓക്കെ, ഇനി നമുക്ക് ആക്സിലറേഷൻ എവിടെ ആവശ്യമാണെന്ന് തോന്നുന്ന സമയത്ത് എന്ത് ചെയ്യുക, പതിയെ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ കൊടുക്കുക. ഓക്കെ, ഇനി ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അതും കൂടെ പറയാം. ഇപ്പം നിങ്ങൾ നോക്കുക, ഫോർത്തിൽ പോകുന്നു, എനിക്ക് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഞാൻ അഡ്വാൻസ് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. ഇവിടെ ഞാൻ പതിയെ ആക്സിലറേഷൻ കൊടുക്കുന്നു. കൊടുത്തില്ലെങ്കിൽ വണ്ടി നിന്നു പോകും. ഓക്കെ, ഇനി ആക്സിലറേഷൻ കുറയ്ക്കുകയാണ്, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നു, പതിയെ ആക്സിലറേഷൻ കൊടുക്കുന്നു. ഓക്കെ, ഇനി ഫസ്റ്റ് ഗിയറിലേക്ക് വീണ്ടും ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. ഇനി ആക്സിലറേഷൻ്റെ അളവ് നമ്മളിവിടെ കൺട്രോൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ സാവധാനം കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു വാഹനത്തെ ഇവിടെ എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വീഡിയോയിൽ നിന്ന് ലഭ്യമായെന്ന് കരുതുന്നു. അതായത് ഓരോ ഗിയറിലുമുള്ള ആക്സിലറേഷൻ്റെ കൺട്രോളിങ് വളരെ ശ്രദ്ധയോടെ ചെയ്യുക. ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ഒക്കെ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു ആക്സിലറേഷൻ നമുക്ക് തുടക്കത്തിൽ ആവശ്യമാണ്. എന്നാൽ തേർഡ് ഫോർത്ത് ഗിയറിലേക്ക് നമ്മൾ വാഹനമായിട്ട് വരുന്ന സമയത്ത് ആക്സിലറേഷൻ്റെ അളവ് പോകുന്ന റോഡ് മനസ്സിലാക്കിയിട്ട് അതിനനുയോജ്യമായിട്ട് കൊടുക്കുക. ആവശ്യമില്ലാത്ത ആക്സിലറേഷൻ നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേട്ടേക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.